ഹായ്, എല്ലാവർക്കും നമസ്കാരം. മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ ഫിർണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ദീപാവലി പോലെയുള്ള ഫെസ്റ്റിവൽ ഒക്കേഷനിലാണ് അവിടെ സാധാരണയായി ഫിർണി ഉണ്ടാക്കുന്നത്. ബസുമതി അരിയാണ് ഫിർണി ഉണ്ടാക്കുവാനായി സാധാരണയായി ഉപയോഗിക്കുന്നത്. നമ്മുടെ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഫിർണിയും ഉണ്ടാക്കുന്നത്. അരി വെള്ളമില്ലാതെ, വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്നുകിൽ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക, എന്നിട്ടാണ് പാലിൽ ചേർക്കുന്നത്. ഇതാണ് ഫിർണിയും നമ്മുടെ പായസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ ഫിർണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഫിർണിക്ക് ഉപയോഗിച്ചിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. 1/2 കപ്പ് ബാസ്മതി റൈസ്, 1/2 കപ്പ് ഷുഗർ, കുറച്ച് കുങ്കുമപ്പൂവ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കുറച്ച് ബദാം എന്നിവയും എടുക്കുക. റൈസ് നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായി വെക്കുക. വെള്ളത്തിൽ കുതിർത്തെടുത്ത അരിയാണ്. ഇത് വേണമെങ്കിൽ പൊടിച്ചെടുത്തും ഫിർണിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ വെള്ളമൊഴിച്ച് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. തരിതരിപ്പായി അരച്ചെടുക്കുക. ഒരുപാട് നേർമയോടെ അരച്ചെടുക്കാതെ ഇതുപോലെ അരയ്ക്കുക. ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാൽ ഫിർണിക്കായി യൂസ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പാൽ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് മാറ്റി വെച്ച് കുങ്കുമപ്പൂ അതിലിട്ട് വയ്ക്കുക. പാൽ തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരി ചേർക്കുക. അരി അരച്ചു കഴിഞ്ഞ് ഉടനെ എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ കുറച്ച് ഹാർഡായി, അതായത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കട്ടയൊക്കെ മാറി കിട്ടുമല്ലോ. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി ഒന്ന് കുക്കാകണം. ലോ ഫ്ലെയിമിൽ വെച്ച് അരി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ വീണ്ടും കട്ട കിട്ടും. അരി കുക്കാകുന്നതോടൊപ്പം പാലൊന്ന് കുറുകി വരികയും വേണം. അതാണ് ഇതിൻ്റെ പാകം. പാലിപ്പോൾ കുറേ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂ ചേർത്ത പാലും കാർഡമം പൗഡറും ബദാമും ചേർക്കുക. കുങ്കുമപ്പൂവും ബദാമും ഒക്കെ ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. ഇതില്ലാതെ തന്നെയും ഫിർണിക്ക് നല്ല ടേസ്റ്റാണ്. കുങ്കുമപ്പൂവിന് പകരം റോസാപ്പൂ വിതലും ചേർക്കാവുന്നതാണ്. അതിനും നല്ല ഫ്ലേവറാണല്ലോ. ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അരി അരച്ചത് പാലിലേക്ക് ചേർത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. പാലും നന്നായി വറ്റിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് അരി ഒരുവിധം വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫിർണി തണുപ്പിച്ച റൂം ടെമ്പറേച്ചറിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനെ റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ നന്നായി കട്ടിയാകും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഫിർണിയാണിത്. ഒരുവിധം കട്ടിയുമായിട്ടുണ്ട്. നമ്മളാരും ബസുമതി റൈസ് കൊണ്ട് പായസം ഉണ്ടാക്കാറില്ലല്ലോ. പായസത്തിൻ്റെ അതേ ടേസ്റ്റോട് കൂടി ഇനി ഫിർണി ഉണ്ടാക്കി നോക്കൂ. അസാധ്യ ടേസ്റ്റാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഫിർണി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക.